Okay, start ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? Path matrix, right? So the path matrix is defined for a specific pair of vertices in a graph, say xy, and it is written as pxy. Like it is written as pxy. So path matrix ile rows എന്തായിരിക്കും? Rows is the different paths between the vertices x and y. Then columns correspond to the edges in G. Then next one, the properties of path matrix. So എന്തൊക്കെയായിരിക്കും properties? The first one, a column of all zero correspond to an edge that does not lie in any path between u and v. A column of all zeros correspond to an edge that does not lie in any path between u and v. That means, suppose ഇവിടെ ഒരു എഡ്ജ് E6 എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ട്, കംപ്ലീറ്റ് സീറോ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഈ പെർട്ടിക്കുലർ എഡ്ജ് ഏതൊരു പാത്തിലും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ആൻഡ് ദ സെക്കൻഡ് വൺ, a column of all ones correspond to an edge that lies in every path between u and v. Suppose ഈ ഒരു കോളം കംപ്ലീറ്റ് 1 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഈ എഡ്ജ് എല്ലാ പാത്തിലും ഇൻക്ലൂഡ് ചെയ്യുന്നു. ആൻഡ് തേർഡ് പ്രോപ്പർട്ടി, there is no row with all zeros. There is no row with all zeros. ഈ ഒരു മെട്രിക്സിൽ ഏത് റോ എടുത്താലും അതിൽ അറ്റ്ലീസ്റ്റ് എന്താ 2 എൻട്രികൾ ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് സീറോ ആവില്ല, ബിക്കോസ് നമ്മൾ പാത്ത് മെട്രിക്സ് ആണ് ഡ്രോ ചെയ്യുന്നത് അല്ലേ. സോ ഓരോ റോസ് എന്തായിരിക്കും? പാത്ത് ആയിരിക്കും. ഏതെങ്കിലും എഡ്ജസ് ആ പാത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു റോ എടുത്താലും ഇത് കംപ്ലീറ്റ് സീറോ ആയിരിക്കില്ല. ഇതാണ് പാത്ത് മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് പ്രോപ്പർട്ടി, a column of all zeros correspond to an edge that does not lie in any path between u and v. The second one, a columns of all ones correspond to an edge that lies in every path between u and v. And third one, there is no row with all zeros. Is it clear? Is it clear? Yes, miss. Okay. The next matrix, adjacency matrix or connection matrix. Okay, നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ മെട്രിക്സിന്റെയും കോളംസ് എന്തായിരുന്നു? എഡ്ജസ് ആയിരുന്നു അല്ലേ? Adjacency matrix is denoted as x equal to xij. Here row is the number of vertices and column also number of vertices. So here order n by n. ഇവിടെ നമ്മളൊന്ന് അസ്യൂം ചെയ്യുന്നുണ്ട് നോ പാരലൽ എഡ്ജസ്. ഗ്രാഫിൽ പാരലൽ എഡ്ജസ് ഇല്ലെങ്കിലാണ് നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് ഇസ് n by n മെട്രിക്സ്. സോ എങ്ങനെയായിരിക്കും എൻട്രി? ഫസ്റ്റ് വെർട്ടിസസ് ലിസ്റ്റ് ചെയ്യാം. Then if v1 adjacent to v1, the corresponding entry will be 1, otherwise 0. Suppose v1 does not adjacent to v2, ഇവിടെ entry എന്തായിരിക്കും? 0 ആയിരിക്കും. എന്താ adjacent എന്ന് പറയുന്നത്? രണ്ട് വേർട്ടെക്സിനെ adjacent ആകുന്നത് ആ രണ്ട് വേർട്ടെക്സിനെ കണക്ട് ചെയ്തിട്ട് ഒരു എഡ്ജ് ഉണ്ടെങ്കിലാണ് എന്ത്? അത് adjacent എന്ന് പറയും. അപ്പൊ v1 കണക്ട് ചെയ്തിട്ട് അല്ലെ രണ്ട് v1 നമ്മൾ കണക്ട് ചെയ്തിട്ട് എഡ്ജ് ഉണ്ടെങ്കിൽ അവിടെ എൻട്രി എന്തായിരിക്കും? 1 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത് adjacency matrix x equal to xij.
Then xij equal to 1 if there is an edge between ith and jth vertices, and equal to 0 if there is no edge between them. For example പറയാം. So this is the graph G. The adjacency matrix draw ചെയ്യാം. റോ ലിസ്റ്റ് ചെയ്യില്ല. റോ എന്ന് പറയുന്നത് വെർട്ടിസസ് ആണ്. V1, V2, V3, V4. Then column V1, V2, V3, V4. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് V1 adjacent to V1 ആണോ? അല്ല, 0. Then next V1 adjacent to V2. V1 adjacent to V2 ആണോ? Yes. Okay. Here 1. Okay. Then V1 adjacent to V3. No. 0. Okay. Then V1 adjacent to V4. 1. 1. അതുപോലെ V2 adjacent to V1. 1. 1. Then 0. 0. 1. 0. 0. Then V3. 0. 1. 0. 1. 0. 1. 0. 1. Then next V4. 1. 1. 0. 0 ആണ്. V1 adjacent to V2 അല്ലേ? Sorry, V4 ആണല്ലേ? V4 0. Then 1. 1. 0. 0. Okay. Order എന്തായി മെട്രിക്സിന്റെ? 4/4. 4/4. Clear അല്ലേ? Yes. Write down the question. Write the adjacency matrix for the following graph. Write the adjacency matrix for the following graph. പെട്ടെന്ന് ചെയ്ത്. കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ? ഒന്ന് പറഞ്ഞേ. V1 റോ ഏതൊക്കെയാണ് എൻട്രീസ് പറഞ്ഞേ? 0, 1, 0, 1, 1. 0, 1, 0, 1, 1. Then V2. 1, 1, 1, 1, 1, 1, 0. 0. Then V3. 0, 1, 0, 1, 0. Then V4. 0, 1, 1, 0. B4 ഫസ്റ്റ് 1 അല്ലേ? Okay. 1, here 0, 1.
then V5. 1 0 1 0 0 1 1 0. 0. Okay. Order എന്താ 5 by 5. The next question. Draw the adjacency graph for the following adjacency matrix. Okay. So ഇവിടെ adjacency matrix തന്നിട്ടുണ്ട്. You have to draw the adjacency graph. So എങ്ങനെ draw ചെയ്യാം? First എല്ലാ verticesഉം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. Okay. Then check ചെയ്യാം. Here V1 adjacent to V1 അല്ലേ? അതുകൊണ്ടാണ് corresponding entry 1 ആവുന്നത്. എന്ത് ഇതിലെന്താ മീനിങ്? V1 ഉം V1 കണക്ട് ചെയ്തിട്ടൊരു എഡ്ജ് ഉണ്ട് അല്ലേ? സെൽഫ് ലൂപ്പ്. Then V1 adjacent to V2. V1 V2 കണക്ട് ചെയ്ത് എഡ്ജ് വരയ്ക്കാം. ഇനി എവിടെയാണ് 1 ഉള്ളത്? V1 adjacent to V4. Okay. Next V2 അല്ലെ? V2 adjacent to V1. ഓൾറെഡി അവിടെ എഡ്ജ് ഉണ്ട്. നെക്സ്റ്റ് V2 adjacent to V4. സോ എഡ്ജ് ഇവിടെ പ്ലോട്ട് ചെയ്യാം. നെക്സ്റ്റ് V2 adjacent to V5. നെക്സ്റ്റ് V3 adjacent to V4. Next V3 adjacent to V5. Okay. Then V4 adjacent to V1. Already edge ഉണ്ട്. Then V4 adjacent to V2. Already edge ഉണ്ട്. Then V4 adjacent to V3. Edge ഉണ്ട്. Then V4 adjacent to V5. Okay. ഇതുപോലെ ഈ റോ ചെക്ക് ചെയ്യുക. Here V5 adjacent to V2. അപ്പോൾ V5 to V2 already edge ഇവിടെ ഉണ്ട്. Then V5 adjacent to V3 edge ഇവിടെ ഉണ്ട്. Then V5 adjacent to V4. Okay, so this is the adjacency graph. Is it clear? പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തോ. Okay, the next properties of adjacency matrix. The first property, the entries along with the principal diagonal of X are all 0 if and only if the graph has no self loop. However, the self loop at ith vertex corresponding to xii equal to 1. എന്താ പറയുന്നത്? മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രി 0 ആണെങ്കിൽ ഇതിന്റെ മീനിങ് എന്തായിരിക്കും? ഗ്രാഫിൽ സെൽഫ് ലൂപ്പ് ഉണ്ടാവില്ല. ഇൻ കേസ് ഗ്രാഫിൽ സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ, ith വെർട്ടെക്സിലാണ് സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് xii എൻട്രി എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഈ ഒരു ഗ്രാഫിന്റെ കേസ് നോക്കിയേ, ഇതാണ് ഡയഗണൽ എൻട്രി.
എല്ലാ വാല്യൂം 0 ആണ് അല്ല, ഇവിടെ ഒരു 1 ഉണ്ട്. അതിന്റെ മീനിങ് എന്താണ്? കറസ്പോണ്ടിങ് വെർട്ടെക്സ് ഏതാണ്? V2. ഗ്രാഫിൽ V2 എന്തായിരിക്കും? ഒരു സെൽഫ് ലൂപ്പ് ഉണ്ട്. ഓക്കെ ആണോ? ദെൻ ഈ ഗ്രാഫിന്റെ കേസ് നോക്കിയേ. ഇവിടെ ഡയഗണൽ എൻട്രി എന്താ? കംപ്ലീറ്റ് 0 ആണ്. ഇതിന്റെ മീനിങ് എന്താ? ദിസ് ഗ്രാഫ് ഹാസ് നോ സെൽഫ് ലൂപ്പ്. Is it clear? The next property, if the graph has no self loop, then degree of a vertex equal to the number of ones in the corresponding row or column of X. If the graph has no self loop, the degree of a vertex equal to the number of ones in the corresponding row or column of X. ഗ്രാഫിൽ സെൽഫ് ലൂപ്പ് ഇല്ലെങ്കിൽ, ഓക്കെ, ഓരോ കോളം അല്ലെങ്കിൽ റോയിന്റെയും നമ്പർ വൺസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വെർട്ടെക്സ് ഓഫ് ഡിഗ്രി ഓഫ് ദാറ്റ് കറസ്പോണ്ടിങ് വെർട്ടെക്സ്. ഗ്രാഫിൽ സെൽഫ് ലൂപ്പ് ഇല്ല. ഫസ്റ്റ് റോ ചെക്ക് ചെയ്യുക. എത്ര വൺസ് ഉണ്ട്? 2 ഉണ്ട് അല്ലേ? ഇവിടെ V1ന്റെ ഡിഗ്രി എന്താ? ഇവിടെ 2 ആണ് അല്ലേ? ഡിഗ്രി ഓഫ് V1 ഈക്വൽ ടു 2. ദെൻ അതുപോലെ ഇതിന്റെ കറസ്പോണ്ടിങ് കോളം നോക്കി. നമ്പർ ഓഫ് വൺസ് ഹിയർ 2. ദാറ്റ് മീൻസ് ദ ഡിഗ്രി ഓഫ് V1 ഈക്വൽ ടു 2. ഒരു വെർട്ടെക്സിന്റെ കറസ്പോണ്ടിങ് റോ അല്ലെങ്കിൽ കോളം ചെക്ക് ചെയ്യാതെ അവിടെ നമ്പർ ഓഫ് വൺസ് എത്രയാണോ അതായിരിക്കും എന്ത്? ആ ഒരു പെർട്ടിക്കുലർ വെർട്ടെക്സിന്റെ ഡിഗ്രി. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് എന്താ? ഗ്രാഫ് ഹാസ് നോ സെൽഫ് ലൂപ്പ്. Is it clear? Then third property, for an isolated vertex corresponding to row and columns are all zeros. For a pendant vertex corresponding to rows and columns contain single one. എന്താ പറയുന്നത്? ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ് മെട്രിക്സിന്റെ റോസ് ആൻഡ് കോളം നോക്കിയാൽ കംപ്ലീറ്റ് 0 ആയിരിക്കും. ദെൻ പെൻഡന്റ് വെർട്ടെക്സ് ആണെങ്കിൽ എന്തായിരിക്കും? കോളംസ് ആൻഡ് റോ ചെക്ക് ചെയ്തതിൽ അവിടെ ഒരു സിംഗിൾ 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, so this is the graph. ഇതിന്റെ കറസ്പോണ്ടിങ് അഡ്ജസൻസി മെട്രിക്സ് ഡ്രോ ചെയ്യാണ്. V1, V2, V3, V5. V1, V2, V3, V5. V1 adjacent to V1 അല്ല 0. V1 adjacent to V2 ആണ്. Then V1 adjacent to V3 here 0. Okay. Then V2 adjacent to V1 here 0. V2 adjacent to V3 0. Then 0. Okay. Then in case of V3 adjacent to V1, then here 0, 0, 0. Here 0, 0, 0, 0. Okay. So ഇവിടെ നിങ്ങൾ ഈ V5 ഈ ഒരു റോ ചെക്ക് ചെയ്ത് ഇതുപോലെ V5ന്റെ കോളം ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് 0 ആണ്. അതിന്റെ മീനിങ് എന്താ? V5 is a isolated vertex. Okay. Next ഈ V2 കോളം ചെക്ക് ചെയ്ത് ഇതുപോലെ ഇതിന്റെ റോ ചെക്ക് ചെയ്ത് ഇവിടെ എന്താ? ഓൺലി സിംഗിൾ 1 ആണ്. അതിന്റെ മീനിങ് എന്താ? V2 is a pendant vertex. അതുപോലെ V3 ചെക്ക് ചെയ്താൽ കംപ്ലീറ്റ് ഒരു 1 ആണ് അല്ലേ ഉള്ളത്? റോ ചെക്ക് ചെയ്താലും ഒരു 1. Okay. Here V2 and V3 are pendant vertices. ക്ലിയർ ആണോ? ത്രീ പ്രോപ്പർട്ടീസ് ഓക്കെ ആണോ? പ്രിൻസ്, ഋത്തിക്, നന്ദ,
Fourth one, a graph G is disconnected and has two components G1 and G2, then its adjacency matrix X of G can be partitioned as X of G equal to X of G1 0 0 X of G2. Okay, G disconnected ആണ് രണ്ട് components ഉണ്ട് G1 and G2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? Adjacency matrix X of G equal to X of G1 0 0 X of G2. For example പറയാം, V1 V2 here V1 V2 V3. So this is graph on G. Okay, so we have two components G1 and G2. Then this is adjacency matrix plot cheyana. V1 V2 V3 V4 V5. So here V1 V2 V3 V4 V5. Okay, so first V1 adjacent to V1 0, V1 adjacent to V2 1, here 0 0 0 1 0 0 0 0. Okay, so V3 is not adjacent to V1 0, V3 also not adjacent to V2, here 0 0, then V3 adjacent to V4 and V3 adjacent to V5, here 0 0, then V4 adjacent to V3 1, 0 here 0. Okay, then V5 0 0 and V5 adjacent to V3 1 0 0. Okay ആണോ? നമുക്ക് ഇതിനെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യാം. ഈ ഒരു പാർട്ട് എന്താ? X of G1, right? And this part X of G2. എങ്ങനെ എഴുതാം? X of G equal to X of G1 0 0 X of G2. നിങ്ങൾക്കൊരു അഡ്ജസൻസി മെട്രിക്സ് തന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ടേംസിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ദാറ്റ് അഡ്ജസൻസി മെട്രിക്സ് അല്ലെ, ഏതൊരു ഗ്രാഫിന്റെ അഡ്ജസൻസി മെട്രിക്സ് ആണോ പ്ലോട്ട് ചെയ്യുന്നത് ആ ഗ്രാഫ് എന്തായിരിക്കും? ഡിസ്കണക്ട് ആയിരിക്കും. Is it clear? Okay. The next, write down the question. Check whether the graph represented by the adjacency matrix are connected or not. Connected or not. The first one, X of G equal to the second one, X of G equal to 0 1 1 0 0 1 0 1 0 0, then 1 1 0 0 0, then 0 0 0, zero 1
then 0 0 0 1 0. നിങ്ങൾക്ക് അതിൽ ഒരു അഡ്ജസൻസി മെട്രിക്സ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഗ്രാഫ് കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാതെ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് അഡ്ജസൻസി മെട്രിക്സ്. സോ ഇതിന്റെ കറസ്പോണ്ടിങ് ഗ്രാഫ് കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ? കണക്റ്റഡ് അല്ലേ? കണക്റ്റഡ് ആണ്. എങ്ങനെ ചെക്ക് ചെയ്യാം? ഒരു ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അഡ്ജസൻസി മെട്രിക്സ് ഏത് ഫോമിലായിരിക്കും? x of g1 0 0 x of g2. രണ്ട് കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫോമിലായിരിക്കും അഡ്ജസൻസി മെട്രിക്സ് ഉള്ളത്. ഇനി ദ സെക്കൻഡ് വണ്ണോ, ഇസ് ദിസ് കണക്റ്റഡ് ഓർ നോട്ട്? ഈ ഒരു ടേംസിൽ എഴുതാൻ പറ്റുന്നുണ്ടോ? x of g1 0 0 x of g2. ഇല്ല ടീച്ചർ. എഴുതാൻ പറ്റുന്നില്ലേ? ആ ഉണ്ട് ഉണ്ട്. അപ്പോൾ ഡിസ്കണക്റ്റഡ്. So this is disconnected. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തോ. കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ? ഇതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? നമ്മൾ ഏതൊക്കെ മെട്രിക്സ് ഫോമാണ് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് incidence matrix, right? Then reduced incident matrix, then circuit matrix, fundamental circuit matrix, path matrix and adjacency matrix. Okay, next question. What's the questions solve ചെയ്യാം. Write down the question. Draw the graphs represented by the following incidence matrix. Draw the graph represented by the following incidence matrix. So the incidence matrix തന്നിട്ടുണ്ട്. നിങ്ങൾ corresponding graph ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. പെട്ടെന്ന് ചെയ്തോ. ഫസ്റ്റ് എന്ത് വേണം? വെർട്ടീസസ് ലിസ്റ്റ് ചെയ്യുക. A, B, C, D. Then എന്ത് ചെക്ക് ചെയ്യാം? ഫസ്റ്റ് എഡ്ജ് നോക്കുക. E1 അല്ലേ? E1 രണ്ട് എൻഡ് വേർട്ടിസസ് A and B. സോ A and B കണക്ട് ചെയ്തിട്ട് E1 ഡ്രോ ചെയ്യാം. നെക്സ്റ്റ് E2, റൈറ്റ്? എൻഡ് വേർട്ടിസസ് A and D. സോ A and D കണക്ട് ചെയ്ത് E2 പ്ലോട്ട് ചെയ്യാം. Then third one E3. A and C are the end vertices of E3. So A and C would connect here. Then E4 end vertices B and D. So B and D connect with E4. The next one E5 end vertices C and D. So C and D connect with E5. Okay, the ball ഇതിൻ്റെതും ഡ്രോ ചെയ്യാം. A, B, C, D. Okay, so E1 end vertices C and D. E1, then end vertices of E2, A and B. Then E3, end vertices B and D. Okay, then E4 end vertices B and C. Then E5 end vertices
A and D. Okay. കംപ്ലീറ്റ് ചെയ്തോ? The next question, write the properties of incidence matrix. Write the properties of incidence matrix. So what are the properties of incidence matrix? ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് ഇൻസിഡൻസ് മാട്രിക്സിന്റെ പ്രോപ്പർട്ടീസ്? ഇൻസിഡൻസ് മാട്രിക്സിന്റെ ഓർഡർ എന്താ? പ്രോപ്പർട്ടി ചോദിച്ചാൽ നിങ്ങൾ ഇൻസിഡൻസ് മാട്രിക്സിന്റെ റോസ് എന്താ, കോളംസ് എന്താന്ന് പറയാം, അതിന്റെ ഓർഡർ പറയാം, കുറച്ച് 2-3 പ്രോപ്പർട്ടീസ് പറയാം. അപ്പൊ ഇൻസിഡൻസ് മാട്രിക്സിന്റെ കേസിൽ ഏതൊക്കെയാണ് റോസ്, ഏതൊക്കെയാണ് കോളംസ്? ഏതൊക്കെയാണ് കോളംസ് ആൻഡ് റോസ് ഇൻസിഡൻസ് മാട്രിക്സ്? സെവിൻ, നിവേദ്യ, തുളസി, അഭിനവ്. റോ വെർട്ടിസസും കോളം എഡ്ജസും അല്ലേ? Okay, row vertices and column edges. Okay, then order of incidence matrix. N by E. Then എന്തൊക്കെയാ properties incidence matrix ന്റെ? ഈച്ച് കോളമില് 2 വൺസ് ഉണ്ടാവും. ഏതൊരു കോളം നോക്കിയാലും അതിലെന്താണ് 2 വൺസ് ഉണ്ടാകും. Then ഓരോ റോയിലും വൺസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് വൺസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻസിഡൻസ്. ഓക്കെ, ഓരോ റോ ചെക്ക് ചെയ്യാതെ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഗ്രി ഓഫ് കറസ്പോണ്ടിങ് വേർട്ടെക്സ് ആയിരിക്കും. ആയിരിക്കില്ലേ? Then ഒരു റോ കംപ്ലീറ്റ് 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ഡിസ്കണക്റ്റഡ്. ഒരു റോ ഇൻസിഡൻസ് മാട്രിക്സിന്റെ ഒരു റോ കംപ്ലീറ്റ് 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ആ പെർട്ടിക്കുലർ വെർട്ടെക്സ് എന്തായിരിക്കും? ഐസോലേറ്റഡ് വെർട്ടെക്സ് ആയിരിക്കില്ലേ? ടീച്ചർ. ഓക്കെ, ഇത്രയും പ്രോപ്പർട്ടീസ് നിങ്ങൾ എഴുതാം. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഡൗൺ ദി എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജസൻസി മാട്രിക്സ്. ഓൾറെഡി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്, അത് നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.